അവസാനം മക്കളെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലെത്തി. ബീച്ചിലൊന്നും എത്തിയിട്ട് കുട്ടികൾക്ക് ഹാപ്പി ആവണം. കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാർക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആ വാശിക്ക് നോക്കി ഞങ്ങളിവിടെ എത്തി പ്ലാനറ്റോറിയത്തിലെത്തിയപ്പം നമുക്കും ആശ്വാസമുണ്ട്, ഓൽക്കും ആശ്വാസമുണ്ട്. കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കളിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഇരുന്ന് കണ്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുക. തണലുണ്ട്, നല്ല തണുപ്പുണ്ട്, ചൂടില്ല. ബീച്ചിലൊക്കെ എത്തിയിട്ട് എന്തോ ഒരു ചൂടാണെന്നറിയും. അപ്പോൾ ആദ്യം അത് അവിടെ പോയിട്ട് കളിക്കണ്. ഫൈഹണ്ട് ഇവിടെ തന്നെ കളിക്കുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. തന്നെ അതെവിടെ നിന്നാ? മാഷാ അല്ലാഹ്, എനിക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ട്. പിന്നെ എങ്ങനെ കാറ് പൊന്തല്? അതുവാ അതെവിടെ നിന്നാ ഈ കാറൊന്ന് പൊന്തിച്ചാ? ഇഞ്ഞിവിടെ ആദ്യം ഒറ്റക്ക് പൊന്തിച്ചാ, കാറ് പൊന്തിച്ചാ. ചാട് ഞാൻ താത്തി തരും താത്തി തരും. രണ്ട് കൈ കൊണ്ട് പിടി. കാറ് പൊന്തിച്ച് എൻ്റെ ആദം ശക്തിമാന്. ആ എന്താ നമുക്ക് കയറിയ വീണാവത്തടാ, സ്ലിപ്പാവരുതിട്ടാ. അതാ എവിടെ തീ ഇത് താത്തിയ എന്താണ് മറ്റേതോ? മറ്റേ തീരെ കയ്യില് 3D ഷോ. എവിടെ ക്യൂട്ട് ബേബി. തലയിലൊക്കെ ചെറിയ കുഞ്ഞില്ലേ? എത്ര ഇതിൽ അത്യാവശ്യം പോലുണ്ടല്ലോ. ആദം എന്താ മനസ്സിലായ? പടച്ചൂന് എത്ര ആളുണ്ടല്ലേ. ഇത് തീരെ ആളില്ല. ഇത് ഇവിടം വരെ ഉള്ള എനിക്ക് ഇവിടെ ഗ്ലാസ് ഇട്ടിക്കാണ്. ഇതിനുള്ളിലുള്ള ഏകദേശം സ്റ്റാളുകളൊക്കെ പോയി കണ്ടു. ഇനി നമ്മൾ 3D സെക്ഷനിലേക്ക് കയറണം. ആദം വെച്ച് കൊടുത്തു, ഒന്ന് വെച്ച് കൊടുത്തു. ഇപ്പൊ പേടിയും മാറി എൻ്റെ കുട്ടിയെ. 3D ഷോ കണ്ട് കിളി പോയി. ഇത് രണ്ടാളും കൂടി ഇറങ്ങിയിട്ടാ. ഇനി അടുത്ത് പ്ലാനറ്റോറിയത്തിലോട്ട് കയറണം. റൈറ്റ്. പ്ലാനറ്റോറിയത്തിന് വന്ന് ഇറങ്ങി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകുകയാണ്. എല്ലാവരും മൂൾക്ക് വെക്കണം. മൂണ്ണ നോക്കുക. ഒരു ഫ്ലൈറ്റാ പോകും. ആകാശം ഒരു തെളിയില്ല. കളിക്കാത്തുള്ള നോക്കിയ എൻ്റെ കുട്ടിക്ക് നല്ല ശക്തി ഉണ്ട് കേട്ടാ.
അവസാനം ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കുട്ടികൾക്ക് വീണ്ടും കളിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനുള്ളിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മാതിരി സ്ഥലത്തേക്ക് വന്നിട്ടേ കാര്യമുള്ളൂ. കണ്ട അവർ ഓടിക്കളിക്കാനാണ് ഇപ്പോഴും. സമയം ഏകദേശം വാങ്ങി കൊടുക്കാനായി മഗ്‌രിബ്. അപ്പോൾ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോന്നെ വേണം. അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ കഴിയുന്നതും ഇതുപോലത്തെ സ്ഥലത്തേക്ക് വരികയാണ് ഏറ്റവും നല്ലത്. ബീച്ചിലാണെങ്കിലൊക്കെ ഒരു പരിധി ഉണ്ട്, ഓടി കളിക്കേണ്ടതിനും ആ മണലിൽ കളിക്കേണ്ടതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇവിടെ വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ കൂടെ വരണം നമ്മൾക്കും ഭയങ്കര സുഖമാണ്. ഒരു സൈഡിൽ അങ്ങനെ ഇരുന്നാൽ മതി, കുട്ടികൾ അവർ ഇഷ്ടംപോലെ പോയി കളിച്ചോളും. ഇപ്പോൾ അവർ ഇവിടെ ഇവിടെയൊക്കെ കളിക്കണം. ഞാനിപ്പോൾ വണ്ടിയും കൊണ്ട് ഗേറ്റിന് അങ്ങോട്ട് പോവുകയാണ്, എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി. പ്ലാനറ്റോറിയത്തിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒന്ന് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതിൽ കയറിയിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ കുട്ടികളായിട്ട് പോയാലും കുട്ടികളൊന്നും ഹാപ്പി ആവില്ല. അവർ എങ്ങനെ വന്നാലും ഭയങ്കര ഡള്ളായിരിക്കും. അവർക്ക് കളിക്കാനുള്ള സംഗതികൾ കോഴിക്കോട് ടൗണിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്ലാനറ്റോറിയത്തിനുള്ളിലാണ് കുറച്ച് സമാധാനമായിട്ട് കളിക്കാനും സേഫ്റ്റി ആയിട്ട് കളിക്കാനുള്ള സ്ഥലമുള്ളത്. അതുകൊണ്ടാണ് അധികം ഇങ്ങോട്ട് വരേണ്ടത്. അതോ നമുക്കെന്ത് തോറ്റിയ അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലുലൂരും കയറിയതാ വീണ്ടും തിരിച്ചു പോവുകയാണ് മക്കളെ.